ഹായ്, ഏവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ആർ-ആർ-ബി ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആർ-ആർ-ബി ഗ്രൂപ്പ് ഡിയുടെ 2026 നടക്കാൻ പോകുന്ന പരീക്ഷയുടെ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വർഷം 2026 ജനുവരി തൊട്ട് നമുക്ക് ഫുൾ നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാനും പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് തുടങ്ങിയിട്ടുണ്ടാവും ഓൾറെഡി അല്ലേ? അപ്പോൾ ആ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് എവിടെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം ഒത്തിരി ആർ-ആർ-ബി സോൺസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതിലെവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടും. അല്ലെങ്കിൽ എന്താണ് എന്തൊക്കെയാണ് നമുക്ക് എക്സാം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഫാക്ടേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏത് സോൺ സെലക്ട് ചെയ്യണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ആ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഏതായിരിക്കും സേഫ് സോൺ, എവിടെ അപ്ലൈ ചെയ്താലായിരിക്കും നമുക്ക് കൂടുതൽ സെലക്ഷൻ പോസിബിലിറ്റി ഉള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുൻ പരീക്ഷകളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുള്ള ആ മാനദണ്ഡങ്ങളും ബാക്കി കാര്യങ്ങളും വെച്ചിട്ട് തന്നെയായിരിക്കും നമുക്ക് അങ്ങനെ ഒരു അനാലിസിസിലേക്ക് എത്തി ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഓക്കെ. അപ്പോൾ ആർ-ആർ-ബി ഗ്രൂപ്പ് ഡി 2026 പരീക്ഷ നോട്ടിഫിക്കേഷൻ നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ പല കാര്യങ്ങളും അവിടെ നോക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ഒരു പരീക്ഷ എഴുതുമ്പോൾ കട്ട് ഓഫ് അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ ആ കട്ട് ഓഫ് ഏറ്റവും കുറവായിട്ട് വരുന്നത് എവിടെയൊക്കെയാണ്? അതായത് പ്രീവിയസ് എക്സാംസ് 2025 എക്സാം ഇപ്പോൾ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കതിന്റെ ഒരു ഔട്ട്പുട്ട്, അതായത് ഒരു ഫൈനൽ കട്ട് ഓഫ് വന്നിട്ടില്ല. നമുക്ക് ഇതിന് തൊട്ട് മുന്നേ നടന്നിട്ടുള്ള പരീക്ഷയുടെ ഒരു കട്ട് ഓഫും ബാക്കി കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷൻ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ കട്ട് ഓഫ് നമ്മൾ നോക്കണം. വേക്കൻസി നമുക്ക് അതിന്റെ ഒരു ഫാക്ടറാണ്. വേക്കൻസി നമ്മൾ നോക്കണം. ഓക്കെ. പിന്നെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ല. കാരണം നമ്മളൊരു ഒരു ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എത്ര പേര്, നമ്മുടെ കൂടെ എത്ര പേരുണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്കൊരു വേക്കൻസി ഉണ്ട്. ആ വേക്കൻസിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, സെലക്ഷൻ കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. പിന്നെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളൂടെ നോക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് നോക്കുക. നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ആ ജോലി നിലനിർത്തേണ്ടത് നമ്മുടെ എന്താണ് ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. അല്ലേ? അപ്പോൾ ഒരു ജോലി കിട്ടിയിട്ട് പിന്നെ അത് ഇട്ടെറിഞ്ഞ് വരാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ജോഗ്രഫിക്കൽ എന്താ ആയിട്ടുള്ളതും അങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കുക. കാരണം നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ഇന്റേണൽ ആയിട്ടുള്ള ക്ലാഷസും അല്ല. അപ്പോൾ നമ്മൾ അവിടേക്ക് പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ, അങ്ങനെ ഈ മാവോയിസ്റ്റ് റീജിയനിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമുക്ക് ഒരു സോൺസ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ആ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പൊ ഇത് ഇപ്പൊ 2025 നടന്ന ആ പരീക്ഷയുടെ വേക്കൻസിയാണ്. തൊട്ട് മുന്നേ നമുക്കിപ്പോൾ വേക്കൻസി നമ്മുടെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ എത്ര വേക്കൻസീസ് ഉണ്ട്, ഏതൊക്കെ സോണിൽ എത്ര വേക്കൻസീസ് ഉള്ളത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തൊട്ട് മുന്നേ നടന്ന വേക്കൻസീസ് ആണ്. ടോട്ടൽ 32,000 വേക്കൻസീസ് നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം 22+ ആണ് നമുക്ക് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആ വേക്കൻസീസ് നോക്കുക. അവിടെ സെൻട്രൽ റെയിൽവേ ആയാലും അതുപോലെ നമ്മുടെ നോർത്തേൺ റെയിൽവേ ആയാലും അവിടെയൊക്കെ എന്താണ്, വെസ്റ്റേൺ റെയിൽവേയിലൊക്കെ വേക്കൻസീസ് കൂടുതലാണ്. 4672 വേക്കൻസീസ് നമുക്ക് വെസ്റ്റേൺ റെയിൽവേയിലുണ്ട്. അതുപോലെ തന്നെ നോക്കൂ, ഇത് ഇപ്പോഴത്തെ അല്ല, തൊട്ട് മുന്നത്തെയാണ്. 3244 വേക്കൻസീസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതെല്ലാം നോക്കുക. ഇതെല്ലാം നോക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടുത്തെ സോൺസ് ഏതൊക്കെയാണ്. അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷനകത്ത് നമുക്ക് ഇതേ രീതിക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ സോൺസ് വരുന്നത്. അഹമ്മദാബാദ്, അജ്മീർ, ബാംഗ്ലൂർ, ഭോപ്പാൽ, ഭുവനേശ്വർ, ഇങ്ങനെ ആർ-ആർ-ബി ബേസിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നോക്കുക, ഇത് കഴിഞ്ഞ വർഷം ഇപ്പൊ 2025 നടക്കുന്ന പരീക്ഷയിൽ ടോട്ടൽ ആപ്ലിക്കൻസിന്റെ എണ്ണമാണ് കേട്ടോ. അപ്പം ഏകദേശം 1 കോടി ആൾക്കാരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. 1 കോടി ആൾക്കാരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്ലൈ ചെയ്ത സോൺസ് നമുക്ക് ഇതിനകത്ത് അറിയാം. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് നമുക്കൊരു സെക്കൻഡറി ഫാക്ടറാണ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്നുള്ളത്. കോമ്പറ്റീഷൻ കൂടുതലാവും. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ബാക്കിയുള്ള ഫാക്ടേഴ്സ് മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇതില് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളൊരു മലയാളി എന്നുള്ള നിലയ്ക്ക് നമുക്ക് നമ്മുടെ സദേൺ റീജിയനിലുള്ളത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെനിഫിഷ്യൽ എന്ന് പറയുന്നത്. നമുക്കുള്ള റീജിയൻ എന്ന് പറഞ്ഞാൽ ചെന്നൈ ആയിരിക്കും. ചെന്നൈയിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 62 സംതിങ് ആയിരുന്നു വന്നിട്ടുള്ളത്. ചെന്നൈയിൽ വരുന്ന കട്ട് ഓഫ്, ഇതിന് തൊട്ട് മുന്നേ നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് സേഫ് സോൺ ആയിട്ട് പറയാൻ പറ്റുന്നത് നമുക്കൊരു അഹമ്മദാബാദ് നമുക്ക് പറയാം. അഹമ്മദാബാദിലേക്ക് കട്ട് ഓഫ് വൈസ് നമ്മൾ എന്ത് ചെയ്യുക, സേഫ് സോൺ നോക്കുകയാണ് കേട്ടോ. അഹമ്മദാബാദ് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഗുവാഹത്തി നല്ല എന്താ പറയാ, അത്യാവശ്യം നല്ലൊരു ഓപ്ഷനാണ്. കാരണം 60 സംതിങ് ആയിരുന്നു ഇവിടെ രണ്ടിടത്ത്, അഹമ്മദാബാദ് ആയാലും അതുപോലെ നമ്മുടെ ഗുവാഹത്തി ആയാലും കട്ട് ഓഫ് ഉണ്ട്. അപ്പൊ നമ്മുടെ റീജിയൻ ആയ ചെന്നൈയിലും 62 ടോട്ടൽ മാക്സിമം കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 70 പോയിട്ടുള്ള ആർ-ആർ-ബിസ് ഉണ്ട്.
അപ്പോൾ നമുക്കത് നോക്കേണ്ട കാര്യമല്ല. നമുക്ക് എന്താണ് 62 നമ്മുടെ ചെന്നൈ റീജിയനിൽ കട്ട് ഓഫ് ഉണ്ട്. പിന്നെ ഗുവാഹത്തി ഉണ്ട്, അഹമ്മദാബാദ് ഉണ്ട്. പിന്നെ നമുക്ക് സെൻട്രൽ റെയിൽവേയിലേക്ക് പോകുമ്പോഴത്തേക്ക് മുംബൈ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. മുംബൈയിലേക്ക് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 64 സംതിങ് ആയിരുന്നു വന്നിട്ടുണ്ടായത് കേട്ടോ. ഏകദേശം 64 സംതിങ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ മുൻവർഷ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് പറ്റുന്നത് ഇതിൽ ഒരു കട്ട് ഓഫ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കന്ദരാബാദിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഇയറിലെ കട്ട് ഓഫ് 57 ആയിരുന്നു. ഇപ്പൊ നടക്കുന്ന പരീക്ഷയുടെ അല്ല, അതിന് തൊട്ട് മുന്നത്തെ പരീക്ഷയുടെ ആണ് കേട്ടോ. 57 ആയിരുന്നു. പക്ഷെ സെക്കന്ദരാബാദിലുള്ള ഒരു പ്രശ്നം താരതമ്യേന വേക്കൻസീസ് കുറവായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ വേക്കൻസി നമ്മൾ നോക്കുമ്പോൾ സെക്കന്ദരാബാദിലേക്ക് വരുമ്പോൾ താരതമ്യേന കുറവായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പൊ എത്ര വേക്കൻസീസ് വരും എന്നുള്ളത്. കട്ട് ഓഫ് ഈ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരു സേഫ് സോൺ എന്ന് പറയാൻ പറ്റുന്നത് അഹമ്മദാബാദ് ഉണ്ട്, അതുപോലെ തന്നെ ചെന്നൈ ഉണ്ട്, പിന്നെ നമുക്ക് സെക്കന്ദരാബാദ് തെലങ്കാന നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ചെന്നൈ ഉണ്ട്, പിന്നെ നമുക്ക് ബാംഗ്ലൂർ നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ റീജിയൻ വൈസ് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ. കട്ട് ഓഫ് കുറച്ച് കൂടുതലായിരിക്കും ബാംഗ്ലൂരിലൊക്കെ കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം കൂടെ നോക്കി വയ്ക്കുക. പിന്നെ അവിടെ അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണവും നോക്കുമ്പോഴത്തേക്കും ബാംഗ്ലൂരിൽ താരതമ്യേന എന്താണ് മറ്റേ അപേക്ഷിച്ച് കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഏകദേശം 2 ലക്ഷം പേര് 2,75,000 പേര് അവിടെയാണ്, പേരോളമാണ് അവിടെ എന്ത് ചെയ്തത് അപ്ലൈ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ കട്ട് ഓഫ് നോക്കുക, അതുപോലെ റീജിയൻ നോക്കുക. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു സേഫ് സോൺ എന്ന് പറയാൻ പറ്റുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ ഈ നമ്മളിപ്പോൾ മുംബൈ ആയാലും ചെന്നൈയിലായാലും അവിടെയൊക്കെ ആപ്ലിക്കൻസ് കൂടുതലായിരിക്കും. അപ്പൊ ആപ്ലിക്കൻസ് കൂടുതലാവുന്നത് കൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷനും കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു കട്ട് ഓഫും കൂടെ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ആൾക്കാരുടെ എണ്ണമല്ല നോക്കേണ്ടത്, നമ്മൾ ഓടി എന്ത് ചെയ്യുക, മുന്നിലെത്തുക എന്നുള്ളതാണ്. നമ്മുടെ കൂടെ ഓടുന്നവരുടെ എണ്ണമല്ല, നമ്മളാണ് ഏറ്റവും അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നോക്കുക കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഫാക്ടേഴ്സ് വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ റീജിയൻസ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഈ വെസ്റ്റേൺ റെയിൽവേസിലേക്ക് പോകുമ്പോൾ, ഈസ്റ്റ് വെസ്റ്റിലോ വെസ്റ്റ് ലൈനിലൊക്കെ പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കൊൽക്കത്തയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കൊൽക്കത്തയിലൊക്കെ കഴിഞ്ഞ വർഷം വേക്കൻസി കൂടുതലായിരുന്നു. അപ്പോൾ വേക്കൻസി കൂടുതലായെന്ന് മാത്രമല്ല, അവിടെ കട്ട് ഓഫ് വരും, കോമ്പറ്റീഷൻ കൂടും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേനും ഉള്ള പ്രശ്നങ്ങളുണ്ട്, ജോഗ്രഫിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇന്റേണൽ ഇഷ്യൂസസ് ഉണ്ട്, മാവോയിസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് കൊൽക്കത്ത വെസ്റ്റ് ബംഗാൾ റീജിയനിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു റീജിയനും കൂടെ നോക്കി നമുക്ക് തിരികെ എത്തിപ്പെടാനും നമുക്ക് ട്രാവൽ ചെയ്യാനും അപ്പോൾ ഒരു ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, നമുക്കൊരു ലൈഫ് ലോങ് അതിൽ പിടിച്ച് നിൽക്കേണ്ടതാണ്. നമ്മൾ നമ്മളൊരു എന്താ പറയുക, പെൻഷൻ ആവുന്ന ടൈം വരെയും നമുക്ക് അതിനകത്തേക്ക് നിൽക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം പ്രധാനമായിട്ടും കട്ട് ഓഫ് നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യുക, അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ആ ഒരു മാറ്റേഴ്സും കൂടെ നിങ്ങൾ നോക്കുക. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ റീജിയൻസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ സദേൺ റീജിയൻ മതി എന്നുള്ളവർ ചെന്നൈയും സെക്കന്ദരാബാദും നമുക്ക് അതുപോലെ മുംബൈയും ബാംഗ്ലൂരും ഒക്കെ നമുക്കൊരു ഓപ്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ അതും കൂടെ നോക്കുക. ഓക്കെ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു നല്ലൊരു എന്താ ഒരു ബുദ്ധിപരമായിട്ടുള്ള ഡിസിഷൻ തന്നെ നിങ്ങൾ എന്തായാലും എടുക്കുക. ചാടിക്കേറി വേക്കൻസി മാത്രം കണ്ട് ഒരു സെലക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറിലേക്ക് പോകരുത്. നമുക്ക് നന്നായിട്ട് കോമ്പറ്റീഷൻ ലെവൽ നോക്കുക, കട്ട് ഓഫ് നോക്കുക, റീജിയൻ നോക്കുക. ബാക്കി ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം ഞാൻ മറ്റേ റീജിയനും ജോഗ്രഫി ഒക്കെ പറഞ്ഞത് സെക്കൻഡറി ആണ്, അത് വേണമെങ്കിൽ കൺസിഡർ ചെയ്താൽ മതി. ഞാൻ ഒരു കൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. കാരണം ഒത്തിരി പേര് മുൻപേ പരീക്ഷ എഴുതിയിട്ട് പല സ്ഥലങ്ങളിലും പരീക്ഷ എഴുതാൻ പോകുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറേ കൺസേൺസ് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, അവർക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം. അപ്പൊ ആ ഒരു ഇതും കൂടെ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ജോഗ്രഫി കാര്യം കൂടെ എന്ത് ചെയ്തത് പറഞ്ഞു കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പൊ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഇനിയിപ്പോൾ ജനുവരിയിൽ നോട്ടിഫിക്കേഷൻ വരട്ടെ, എന്നിട്ട് പ്രാക്ടീസ് എന്നിട്ട് പഠിക്കാൻ നമ്മൾ നോക്കിയിരിക്കരുത്. എന്ത് ചെയ്യാം, നമ്മുടെ RRB ഗ്രൂപ്പ് ഡിയുടെ 1 ഇയർ ബാച്ച് അവൈലബിൾ ആണ്. അപ്പൊ ഏറ്റവും ഇപ്പോൾ നമ്മുടെ എൻട്രി ഫ്യൂച്ചർ ഫെസ്റ്റ് നടക്കുന്നുണ്ട്, മാക്സിമം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും കേട്ടോ. അതുപോലെ ടെലഗ്രാം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ സപ്പോർട്ട് കിട്ടും. അപ്പോൾ പഠിക്കാനായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ടും എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്ത് എത്രയും വേഗം ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ഈ പരീക്ഷയിൽ അപ്ലൈ ചെയ്യുന്ന നേരത്ത്, നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കി, അപ്പോൾ ഇവിടെ ഏത് രീതിയിൽ സെലക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്തില്ല, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. തീർച്ചയായിട്ടും ഇനി വരുന്ന വേക്കൻസി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ട്, അതായത് പഠിക്കുന്നതിനെ സംബന്ധിച്ചായാലും അതുപോലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ, ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തതിനെ സംബന്ധിച്ചാലും, ഈ പറഞ്ഞ പോലെ റീജിയൻ സെലക്ട് ചെയ്യുന്നതിനായാലും പോസ്റ്റ് സെലക്ട് ചെയ്യുന്നതിനായാലും, അങ്ങനെ കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. 8714764666 എന്നുള്ള നമ്പറിലാണ് വാട്സപ്പ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ കോൾ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല, കണക്ട് ആവുന്നില്ല, തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങളുടെ ക്വയറീസ് ഞങ്ങളിലേക്ക് എത്തിക്കാം കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുക. RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് നല്ലൊരു നല്ല രീതിക്ക് ഒരു പ്രിപ്പറേഷൻ നടത്തിയിട്ട് ആ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.